ആകാശവാണി വാർത്താവീക്ഷണം. ടെസ്റ്റ് ക്രിക്കറ്റിലെ വിരാട് യുഗത്തിന് വിട. തയ്യാറാക്കിയത് സിനോ സത്യൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 14 വർഷം നീണ്ട ടെസ്റ്റ് കരിയറിനാണ് തീർത്തും അപ്രതീക്ഷിതമായി 2025 മെയ് 12 കോഹ്ലി തിരശ്ശീലയിട്ടത്. 2011 ജൂൺ 20 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് വിരാട് ടെസ്റ്റ് കരിയറിന് തുടക്കം കുറിച്ചത്. 123 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 46.85 ശരാശരിയോടെ 9,230 റൺസ് നേടിയ കോഹ്ലിയുടെ കരിയറിൽ 30 സെഞ്ചുറികളുടെ തിളക്കമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവർക്ക് ശേഷം ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ 4ാമത്തെ താരമാണ് വിരാട് കോഹ്ലി. 10,000 റൺസ് എന്ന നാഴികക്കല്ലിന് ശ്രമിക്കാതെയാണ് ഇംഗ്ലണ്ട് പര്യടനം തൊട്ടു മുൻപിൽ നിൽക്കെ ഏവരെയും ഞെട്ടിച്ച് 36-കാരനായ കോഹ്ലി വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത്. 68 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച കോഹ്ലിക്ക് ഏറ്റവും മികച്ച ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാണ്. 58.82 എന്ന വിജയശതമാനത്തോടെ 40 മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്തു എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിനുള്ള സാക്ഷ്യപത്രം കൂടിയാണ്. ഓസ്ട്രേലിയയിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര വിജയം എന്ന ചരിത്ര നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത് 2018-19 കാലയളവിൽ വിരാടിന്റെ നേതൃത്വത്തിലാണ്. ഈ നായകന് കീഴിൽ ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ ടീം ഇന്ത്യയെ കീഴടക്കാൻ പുകൾപെറ്റ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. 2021 നടന്ന പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയെ നയിക്കാനും കോഹ്ലിക്കായി. പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കുന്നതിനായി 2022 ജനുവരിയിലാണ് അദ്ദേഹം ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞത്. 7 ഇരട്ട സെഞ്ചുറികളോടെ ഏറ്റവും കൂടുതൽ ഇരട്ട ശതകം തികച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ, 20 സെഞ്ചുറികളോടെ ഏറ്റവും കൂടുതൽ ശതകം തികച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വിരാട് കോഹ്ലി 9 തുടർ വിജയങ്ങളോടെ ടെസ്റ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഓസ്ട്രേലിയയുടെ ഇതിഹാസ നായകൻ റിക്കി പോണ്ടിങ്ങിനൊപ്പം പങ്കിടുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് 2019 പുറത്താകാതെ നേടിയ 254 റൺസ് ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായി തുടരുന്നു. 2016 മുതൽ 20 വരെ തുടർച്ചയായി 42 മാസം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ 1ാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനും ഈ ചാമ്പ്യൻ ക്രിക്കറ്റർക്ക് കഴിഞ്ഞു. റെഡ് ബോൾ ക്രിക്കറ്റിൽ സാങ്കേതിക മികവും ക്ഷമയും കായികക്ഷമതയും സമാനമായി സമ്മേളിക്കുന്ന വിരാട് കോഹ്ലിയെ ഇനി ഇന്ത്യൻ ടീമിന്റെ വെള്ളക്കുപ്പായത്തിൽ കാണാനാകില്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ ആരാധകർക്കൊപ്പം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കും കടുത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്. ക്രിക്കറ്റിൽ സാങ്കേതിക മികവിന്റെയും പോരാട്ട വീര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പര്യായമായിരുന്നു വിരാട് കോഹ്ലി. ഏത് ഫോർമാറ്റിലായാലും ഡു ഓർ ഡൈ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. കോഹ്ലിയുടെ പോരാട്ട മികവുകൊണ്ട് മാത്രം ഇന്ത്യ വിജയിച്ച മത്സരങ്ങൾ നിരവധിയാണ്. കേളി മികവിലായാലും റെക്കോർഡുകളുടെ കാര്യത്തിലായാലും ക്രിക്കറ്റിലെ പ്രതിഭയുടെ അളവുകോലുകൾ നിർണ്ണയിക്കുന്നതിലായാലും വിരാട് കോഹ്ലിക്ക് തുല്യം വിരാട് കോഹ്ലി മാത്രമായിരുന്നു. 2008 അണ്ടർ 19 ടീം നായകനായി ഇന്ത്യക്ക് കിരീടം നേടിത്തന്നത് മുതലാണ് വിരാട് കോഹ്ലി ക്രിക്കറ്റ് ലോകത്ത് ശ്രദ്ധ നേടിത്തുടങ്ങുന്നത്. ടെസ്റ്റിൽ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെ തീപാറുന്ന ബൌളിങ്ങിനെ നേരിട്ടും കൌശലമേറിയ സ്പിൻ തന്ത്രങ്ങളെ അതിജീവിച്ചും ഏകദിനത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ചേസ് മാസ്റ്ററായും അതിവേഗ ക്രിക്കറ്റിന്റെ ചടുലതയ്ക്കൊപ്പം 2020 റണ്ണുകൾ വാരിക്കൂട്ടിയും കോഹ്ലി മുന്നേറി. നിശ്ചയദാർഢ്യവും ആത്മധൈര്യവും സാഹസികതയും സമാനമായി കൂടിച്ചേർന്ന താരമായിരുന്നു വിരാട്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഇന്ത്യ ലോക ക്രിക്കറ്റിന് മുൻപിൽ അവതരിപ്പിച്ച അതുല്യ പ്രതിഭ. തുടക്കകാലത്ത് ചീക്കു എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന കോഹ്ലി പിൽക്കാലത്ത് സമാനതകളില്ലാത്ത കേളി മികവിനാലും പോരാട്ട വീര്യത്താലും ആരാധകരുടെ കിങ് കോഹ്ലിയായി മാറി. ഇന്ത്യയിൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന കിങ് എന്ന വിളിപ്പേരോടെയാണ് വിരാട് റെഡ് ബോൾ ക്രിക്കറ്റിന്റെ ആവേശം നിറഞ്ഞു തുളുമ്പുന്ന മൈതാനത്ത് നിന്ന് ഗ്ലൌസ് അഴിച്ച് ജീവിതത്തിലെ മറ്റിന്നിംഗ്സുകൾക്കായി പാടണിയാൻ ഒരുങ്ങുന്നത്. നേടിയ റണ്ണിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച്
ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പോരാട്ടത്തിന് പുതിയ മാനം നൽകിയ താരം എന്ന നിലയിൽ കൂടിയാണ് കോഹ്ലിയെ ക്രിക്കറ്റ് ലോകം അടയാളപ്പെടുത്തുക. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത പോരാളി കളമൊഴിയുമ്പോൾ റെക്കോർഡുകൾക്കപ്പുറം ജെന്റിൽമാൻ ഗെയിമിൽ വാർപ്പ് മാതൃകകളെ തച്ചുടച്ച വിപ്ലവകാരി എന്നുകൂടി കോഹ്ലിയെ വായിക്കാം. കോഹ്ലിക്ക് ക്രിക്കറ്റായിരുന്നു എല്ലാം. സ്കൂൾ കാലഘട്ടത്തിൽ താൻ സച്ചിനെ പോലെയാകുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർക്ക് മുൻപിൽ കോഹ്ലി സച്ചിനെ പോലെയോ അതിനു മുകളിലോ ആയി. പ്രതിഭയുടെ ധാരാളിത്തത്തിനൊപ്പം കഠിനാധ്വാനത്തിന്റെ കരുത്തുകൂടി ചേർന്നാണ് ഇന്ന് നാം കാണുന്ന കോഹ്ലി ഉടലെടുത്തത്. പിതാവ് പ്രേം 54-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുമ്പോൾ 18-കാരനായ കോഹ്ലി കർണാടകയ്ക്കെതിരെ രഞ്ജി ട്രോഫി മത്സരത്തിൽ 40 റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു. പലരെയും അമ്പരപ്പിച്ച് ബാറ്റിംഗ് തുടർന്ന കോഹ്ലി 90 റൺസ് എടുത്ത് ഡൽഹിയെ ഫോളോ ഓണിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. മകനെ ലോകമറിയുന്ന ക്രിക്കറ്ററാക്കാൻ ആഗ്രഹിച്ച പിതാവിനുള്ള ശ്രദ്ധാഞ്ജലിയായിരുന്നു കോഹ്ലിയെ സംബന്ധിച്ച് 90 റൺസിന്റെ ആ ഇന്നിംഗ്സ്. ക്രിക്കറ്റ് മൈതാനത്തെ പോരാട്ട വീര്യത്തിനപ്പുറം കോഹ്ലി എന്നും മാന്യന്മാരുടെ കളിയുടെ യഥാർത്ഥ ബ്രാൻഡ് അംബാസഡറായിരുന്നു. കളിക്കളത്തിലെ വൈരത്തിനപ്പുറം എതിർ ടീമിലെ കളിക്കാരോടും അങ്ങേയറ്റം സൗഹൃദം വെച്ചു പുലർത്തിയ കോഹ്ലി സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും യഥാർത്ഥ പതാകവാഹകൻ കൂടിയായിരുന്നു. വിദേശ മണ്ണിൽ പൊരുതി നിൽക്കുന്നത് പോലും വലിയ കാര്യമാണ് എന്ന് കരുതിയിരുന്ന കാലത്താണ് ജയം മാത്രമാണ് ലക്ഷ്യമെന്ന് കോഹ്ലി പ്രഖ്യാപിച്ചത്. മുൻഗാമികൾ വരച്ചിട്ട പാതയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത്. സൗരവ് ഗാംഗുലിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നിർഭയമുഖം നൽകിയത്. ശേഷമെത്തിയ മഹേന്ദ്ര സിംഗ് ധോണി ശാന്തമെങ്കിലും അസാമാന്യ നേതൃഗുണത്തോടെ ടീമിനെ നയിച്ചു. കോഹ്ലി ടീമിന്റെ തിരക്കഥ പാടെ തിരുത്തി പുതിയത് എഴുതി ചേർത്തു. അതിൽ പൊരുതുക എന്നല്ല, ജയിക്കുക എന്ന വാക്കുകൂടി അദ്ദേഹം കുറിച്ചുവെച്ചു. കോഹ്ലി കെട്ടിപ്പടുത്ത ജസ്പ്രീത് ബൂംറയും മുഹമ്മദ് ഷമിയും ഇഷാന്ത് ശർമ്മയും മുഹമ്മദ് സിറാജും ഉൾപ്പെട്ട കരുത്തുറ്റ പേസ് ബൌളിംഗ് നിര വിദേശ മണ്ണിലെ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. അതിവേഗ ക്രിക്കറ്റിന്റെ മുഖമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഒരു സീസണിൽ ഏറ്റവുമധികം റൺസ് നേടിയതിന്റെ റെക്കോർഡ് കോഹ്ലിയുടെ പേരിൽ ഇപ്പോഴും ഭദ്രമാണ്. 2016 IPL-ൽ അദ്ദേഹം നേടിയ 973 റൺസ് എന്ന റെക്കോർഡ് ഇന്നും ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലാണ് ഉള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും കോഹ്ലി ഏകദിനത്തിൽ ഇനിയും ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ നമ്മെ ആനന്ദിപ്പിക്കാനും ആവേശത്തിൽ ആറാടിക്കാനും ഉണ്ടാകും. ഏകദിനത്തിൽ 51-ഉം T20-യിൽ 1 സെഞ്ചുറിയുള്ള കോഹ്ലിക്ക് സെഞ്ചുറികളിൽ സെഞ്ചുറി തികയ്ക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് ഈ ക്രിക്കറ്റ് ഇതിഹാസത്തിന് കാലം കാത്തുവെക്കുന്ന നീതിയാകും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.